സംഗീതമേ ജീവിതം മധുര സംഗീതമേ ജീവിതം മധുര സംഗീതമേ ജീവിതം. എന്താ ഇത്? ഞാൻ സാധനം ചെയ്യാ. എന്താണെന്നറിയില്ല, ഈടെയായിട്ട് സംഗീതം എൻ്റെ ഒരു ദൗർബല്യമായിട്ട് മാറിയിരിക്കുക. എന്നെ എന്തിനാ വിളിച്ചേ? എന്നെ എന്തിനാ വിളിച്ചതെന്ന്? ഞാൻ വിളിച്ചില്ല എന്നെ. ഞാനിടുന്ന ചായ ഇഷ്ടാവുന്നില്ല അല്ലേ? ഓ, എന്തെല്ലാം കുറ്റങ്ങൾ. ചായക്ക് മധുരം കുറവ്, പാൽ കുറവ്. നീ ഇടുന്ന ചായ എനിക്കിഷ്ടാവുന്നില്ലെന്നോ? ആരാ നിന്നോട് ഇങ്ങനെയൊക്കെ പറഞ്ഞത്? നിന്റെ ചായയും എനിക്കിപ്പോൾ ഒരു ദൗർബല്യമാണ്. എൻ്റെ കരളെ. ഈ കരള്, കൽക്കണ്ടം, കരിമ്പ് എന്നെല്ലാം ചേട്ടനെ വെറുതെ വിളിക്കുമല്ലേ? സ്നേഹമുണ്ടായിട്ടൊന്നും ആവില്ല. ഉണ്ടെങ്കിൽ ഞാനിടുന്ന ചായ ഇഷ്ടമായില്ലെന്നും പറഞ്ഞു അമ്മയോട് പരാതിപ്പെടുമായിരുന്നു. അമ്മ എന്നെ ഒരുപാട് ചീത്ത പറഞ്ഞു. ഞാൻ പരാതി പറഞ്ഞോ? അതെ, പറഞ്ഞു. അമ്മ എന്നെ ഒരുപാട് ചീത്ത പറഞ്ഞു. എന്തിന്? അമ്മയ്ക്ക് എൻ്റെ കാര്യമില്ലല്ലോ. ആഹാ, അമ്മ ഇന്ന് കുളിച്ചിട്ട് വരട്ടെ, ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഇന്നിവിടെ എന്തെങ്കിലുമൊക്കെ ചിലപ്പോൾ സംഭവിച്ചെന്ന് വരും. നാളെ പോലെ നോക്കിക്കോ. ചായ ആരാണ് ഇട്ടതെന്ന് അറിഞ്ഞതിന് ശേഷമേ ഞാൻ അഭിപ്രായം പറയുള്ളൂ. വേണ്ട വേണ്ട, ഒന്നും വേണ്ട. വഴക്കും വക്കാണോ ഒന്നും വേണ്ട. എന്തായാലും ഞാൻ വെറും ഒരു വേലക്കാരി പെണ്ണല്ലേ. വേലക്കാരിയോ? നീയോ? ഒരിക്കലുമല്ല. എൻ്റെ കണ്ണിൽ നീ ഒരു രാജകുമാരിയാണ്. എന്നാൽ ചേട്ടന്റെ കണ്ണിന് കാര്യമായിട്ട് എന്തോ തകരാറുണ്ട്. അസുഖം കണ്ണിലല്ല എൻ്റെ കരളെ, കരളിനുമല്ല എൻ്റെ കരളെ, ഹൃദയത്തിനാണ് എൻ്റെ കരളെ. അയ്യോ ചേട്ടാ, ചേട്ടന്റെ ഹൃദയത്തിനുണ്ടോ തകരാറ്? നിന്നെ കാണുമ്പോൾ, നിന്നെക്കുറിച്ച് ഓർക്കുമ്പോൾ എൻ്റെ ഹൃദയം ഇങ്ങനെ പടപടാന്നിടിക്കുന്നു. ഒരുതരം അസുഖകരമായ വേദന. നിന്റെ ആ കണ്ണുകൾ, നിന്റെ ആ ചെവികൾ, നിന്റെ ആ ചുണ്ടുകൾ, നിന്റെ ആ മൂക്കുകൾ, അപ്സരസിൻ്റേതുപോലുള്ള അഴക് എല്ലാം എന്നെ ഇങ്ങനെ മത്തു പിടിപ്പിക്കുകയാണ്. കൺമണി അതു കേട്ടു നാണിച്ചു നാണിച്ചു, കാൽനഖം കൊണ്ടൊരു കളം വരച്ചു.